ദിവംഗതരാവുന്ന ആളുകളുണ്ട്. രാജാവൊക്കെ മരിച്ച നാട് നീങ്ങി എന്നൊക്കെയാണ് പറയാം. ഇതൊന്നും അല്ലാതെ മരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ യശശരീരരായി എന്നാ പറയാം. ആ വാക്കിൻ്റെ അർത്ഥം യശസ് ശരീരമായി തീർന്നു എന്നാണ്. യശസ്സാണ് പിന്നെ ശരീരമായി തീർന്നത്. ഇപ്പോൾ വിവേകാനന്ദ സ്വാമി യശശരീരം ആണ്. ആ ശരീരം യശസ്സാണ്. ഇന്നും അത് ജീവിക്കുന്നുണ്ട്. യശസ് നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ യശസ് നമ്മുടെ മരണത്തെ അതിജീവിച്ച് നിൽക്കും. അതുകൊണ്ടാണ് ഭാരതം അമൃതസ്യ പുത്ര എന്ന് വിളിക്കുന്നത്. നമ്മൾ അമൃതത്തിന്റെ പുത്രന്മാരാവണമെങ്കിൽ കാലം എടുത്തു പോവാത്ത എന്തെങ്കിലും ചെയ്യണം. കാലം എടുത്തു പോവാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഞാനില്ലാത്ത പ്രവൃത്തിയാണ്. എന്നെ മാറ്റി വെച്ച് എന്ത് ചെയ്താലും അത് കാലം അതിനെടുക്കൂല. അത് കാലത്തെ കടന്നു നിൽക്കുന്ന ഒന്നാണ്. അത് കാലത്തെ വഞ്ചിച്ച് നിൽക്കുന്ന ഒന്നാണ്. അത് എല്ലാ കാലത്തും സർവകാലികമാണ്. അപ്പൊ ഞാനില്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ, എൻ്റെ അഹമില്ലാത്തൊരു പ്രവൃത്തി ചെയ്യാൻ ഭാരതാംബ തന്ന അവസരമാണ് ഈ അവസരം. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് തിരിച്ചു വരുന്ന ഒരാൾ ചലോ എൽ ഒ സിക്ക് ശേഷം അയാളുടെ ജീവിതം ചലോ എൽ ഒ സിക്ക് മുമ്പും ചലോ എൽ ഒ സിക്ക് ശേഷവും എന്ന പേരിൽ മാർക്ക് ചെയ്യപ്പെടും. അയാൾ മരിക്കാൻ നേരത്ത് ജീവിതാവസാനത്തിൽ മരണശയ്യയിൽ കിടക്കുമ്പോൾ അയാളുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവും. ഞാൻ ചലോ എൽ ഒ സിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഭാരതത്തിന്റെ തെക്കേ അറ്റത്തു നിന്ന് വടക്കേ അറ്റം വരെ ഒരു ബുള്ളറ്റ് ബൈക്കിൽ ഭാരതത്തിന്റെ ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത്.